നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഇരകളുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യത മാനിക്കാൻ സ്ഥലപ്പേരുകളിലും വ്യക്തികളുടെ പേരുകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ കഥ നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം. കാരണം ഇത് നാളെ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലും സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. ഹെഡ്ഫോൺസ് ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. പുറത്ത് മഴ ഒരു ഭ്രാന്തനെ പോലെ പെയ്യുകയായിരുന്നു. MC റോഡിലൂടെ DYSP രുദ്രൻ നായരുടെ കറുത്ത മഹീന്ദ്ര ബൊലേറോ ഒരു കപ്പൽ പോലെ ആടി ഉലഞ്ഞു മുന്നോട്ട് നീങ്ങി. സമയം വൈകുന്നേരം 4:30 കഴിഞ്ഞിട്ടേയുള്ളൂ. പക്ഷേ കാർ മേഘങ്ങൾ കാരണം സമയം രാത്രി 8 മണിയായതുപോലെ തോന്നിപ്പിച്ചു. കാറിനുള്ളിൽ ഒരു പ്രത്യേകതരം മണമുണ്ടായിരുന്നു. നനഞ്ഞ കാർപ്പറ്റുകളുടെ മണവും അതിനേക്കാൾ രൂക്ഷമായി കുഞ്ഞുമോൻ തിന്നുകൊണ്ടിരിക്കുന്ന പരിപ്പുവടയുടെ എണ്ണമണവും. സാർ, വട കടിക്കുന്നതിനിടയിൽ കുഞ്ഞുമോൻ പറഞ്ഞു, ഇടുക്കിയിൽ പീരുമേടിനടുത്ത് ഒരു 10 സെന്റ് സ്ഥലം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു വീട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലോട്ടാ. ചോദിക്കുന്ന വിലയും വലിയ കുഴപ്പമില്ല. സ്ഥലം നല്ലതാണ്. പക്ഷേ ലോൺ എടുക്കുന്ന കാര്യത്തിൽ ഭാര്യയ്ക്ക് വലിയ എതിർപ്പാണ്. കഴിഞ്ഞ മാസം ചിട്ടിപിടിച്ച പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുക അവൾ. അതിൽ തൊടാൻ സമ്മതിക്കില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ജീവിത അവസാനം വരെ EMI അടച്ചു തീർക്കേണ്ടി വരുമെന്നാണ് അവളുടെ വാദം. എന്തായാലും ഈ കേസ് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് നാട്ടിൽ പോയി അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ. രുദ്രൻ മെല്ലെ ഫ്ലാസ്ക് താഴെ വെച്ചു. വിൻഡോ ഗ്ലാസ് അല്പം താഴേക്കാക്കി. പുറത്തുനിന്നും തണുത്ത കാറ്റ് കാറിനുള്ളിലേക്ക് ഇരച്ചു കയറി. കുഞ്ഞുമോനെ, അവൾ പറയുന്നതാണ് ശരി. ഇല്ലാത്ത കാശുണ്ടാക്കി കടം വാങ്ങിയാൽ ഉറക്കം പോകും. കടമൊരസുഖമാണ്. അത് മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കും. അതൊരു സാധാരണ മറുപടിയായിരുന്നില്ല. വർക്കലയിലെ ആ ഉപേക്ഷിക്കപ്പെട്ട കയർ ഗോഡൌണിലേക്ക് അവർ പോകുന്നതിന്റെ കാരണവും ആ കടം തന്നെയായിരുന്നു. തോമസ് കുട്ടി ഗൾഫിൽ വലിയ ബിസിനസ്സായിരുന്ന, നാട്ടിൽ വന്ന് വലിയ വീട് വെച്ച് കാറുകൾ വാങ്ങിക്കൂട്ടിയ ഒരു പ്രവാസി. 3 വർഷം മുൻപ് പെട്ടെന്നൊരു ദിവസം അയാളെ കാണാതായി. ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി വലിയൊരു തുക അയാൾ കടം വാങ്ങിയിരുന്നു എന്ന് കണ്ടെത്തി. കടം കയറി ഗൾഫിലേക്ക് തിരികെ മുങ്ങിയതാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. ഫയൽ ക്ലോസ് ചെയ്തു. പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. എന്നാൽ ഇന്ന് രാവിലെ ആ പഴയ കയർ ഗോഡൌൺ പൊളിച്ചുമാറ്റാൻ വന്ന തൊഴിലാളികൾ അവിടുത്തെ വലിയ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് മാറ്റിയപ്പോൾ കണ്ടത് തോമസ് കുട്ടിയുടെ തിരോധാനത്തിന്റെ ഉത്തരവും കൂടിയായിരുന്നു. ഒരു മനുഷ്യന്റെ തലയൊട്ടി, സ്വർണ്ണപ്പല്ലുള്ളൊരു മനുഷ്യന്റെ തലയൊട്ടി. തോമസ് കുട്ടിക്കും ഒരു സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നു. കേസ് വീണ്ടും തുറക്കപ്പെട്ടു. അങ്ങനെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ DGP നേരിട്ടങ്ങോട്ടേക്ക് അയക്കുന്നത്. കാർ ഗോഡൌണിന്റെ മുറ്റത്ത് നിർത്തി. പഴയൊരു ബ്രിട്ടീഷ് കാലത്തെ കെട്ടിടം പോലെ തോന്നിപ്പിച്ചു ആ സ്ഥലം. തുരുമ്പിച്ച ഇരുമ്പ് ഷീറ്റുകൾ പാകിയ മേൽക്കൂര. അവിടെയെല്ലാം വലിയ മരങ്ങൾ പടർന്നു പന്തലിച്ചു കിടക്കുന്നു. കാറ്റടിക്കുമ്പോൾ ദ്രവിച്ച തകരഷീറ്റുകൾ പരസ്പരം ഉരസി ഭയാനകമായൊരു ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ചുറ്റും ചെളിയും വെള്ളവും മാത്രം. പോലീസിന്റെ മഞ്ഞ ടേപ്പുകൾ ആ പ്രദേശം മുഴുവൻ വലിച്ചു കെട്ടിയിരുന്നു. രുദ്രൻ കാറിൽ നിന്നിറങ്ങി. തന്റെ കറുത്ത കുട നിവർത്തി. ഫെലിക്സ് തന്റെ സ്യൂട്ട് കേസും പോർട്ടബിൾ സ്പെക്ട്രോസ്കോപ്പിക് സ്കാനറും അടങ്ങിയ ബാഗുമായി വളരെ ശ്രദ്ധിച്ച് ചെളിയിൽ ചവിട്ടാതെ പുറത്തിറങ്ങി. കുഞ്ഞുമോനൊരു പഴയ റെയിൻകോട്ട് ധരിച്ച് അവർക്ക് പിന്നാലെ നടന്നു. ലോക്കൽ CI പ്രകാശൻ അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഈ കേസ് വീണ്ടും തന്റെ തലയിൽ വന്ന് വീണിതിന്റെ നിരാശ അയാളുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. നമസ്കാരം സാർ, CI പ്രകാശൻ സല്യൂട്ട് ചെയ്തു. എന്താണ് അവസ്ഥ പ്രകാശ? രുദ്രൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. കാറ്റിലവിടെ ആകെ ഒരു ദുർഗന്ധം പരക്കുന്നുണ്ടായിരുന്നു. പഴയ കയർ ചീഞ്ഞതിൻ്റെയും തുരുമ്പിൻ്റെയും പിന്നെ വളരെ നേർത്ത ഒരു മനുഷ്യ ശരീരം അഴുകിയതിൻ്റെയും ഗന്ധം. സാർ, രാവിലെ ഈ കെട്ടിടം പൊളിക്കാൻ വന്ന JCB കാർ ആ പുറകിലുള്ള സെപ്റ്റിക് ടാങ്ക് പൊളിച്ചു. അപ്പോഴാണ് അതിനുള്ളിലൊരു തലയോട്ടി കണ്ടത്. കുറച്ച് അസ്ഥിങ്കൂടത്തിൻ്റെ ഭാഗങ്ങളുമുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ അതിലൊരു സ്വർണ്ണപ്പല്ലുണ്ട്. തോമസ് കുട്ടിക്കും ഒരു സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നു സാർ. പുള്ളി കടം കയകി ഒളിച്ചോടിയതല്ല. ആരോ അയാളെ കൊന്ന് ഈ ഉപയോഗശൂന്യമായ ടാങ്കിൽ തള്ളിയതാണ്, പ്രകാശൻ വിശദീകരിച്ചു. ഫെലിക്സ് തൻ്റെ മുഖത്തൊരു മാസ്ക് വെച്ചുകൊണ്ട് ആ ടാങ്കിൻ്റെ അടുത്തേക്ക് നടന്നു. പോലീസുകാർ വലിച്ചുകെട്ടിയ ഒരു ടാർപ്പായയ്ക്ക് താഴെ പ്ലാസ്റ്റിക് കവറുകളിൽ ആ അസ്ഥികൾ നിരത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഫെലിക്സ് തൻ്റെ ഗ്ലൗസ് ധരിച്ച് അതിനടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. രുദ്രൻ അവിടേക്ക് പോയില്ല. പകരം ആ സെപ്റ്റിക് ടാങ്കിന്റെ തുറന്നുകിടക്കുന്ന വലിയ കോൺക്രീറ്റ് സ്ലാബിനു മുന്നിൽ അയാൾ നിശ്ചലനായി നിന്നു. രുദ്രന്റെ മെഡിറ്റേഷൻ, അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഒരു വസ്തുവിലേക്ക് നോക്കി പൂർണ്ണ നിശബ്ദതയിൽ മിനിറ്റുകളോളം നിൽക്കുക. ആ നിശബ്ദതയിൽ ചുറ്റുമുള്ള ലോകം അയാൾക്ക് മുന്നിൽ അപ്രത്യക്ഷമാകും. ആ വലിയ സ്ലാബ് ഒരാൾക്കൊറ്റയ്ക്കുയർത്താൻ കഴിയില്ല. ചുരുങ്ങിയത് 2 പേരെങ്കിലും വേണം. അപ്പോൾ കൊലയാളി ഒരാളല്ല. ടാങ്കിന്റെ വശങ്ങളിൽ പഴയ സിമന്റ് അടർന്നു മാറിയ പാടുകളുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് അത് വീണ്ടും അടച്ചുവെച്ചത്. തികഞ്ഞ ആസൂത്രണം. കുഞ്ഞുമോൻ ഇതിനിടയിൽ അവിടെ നിന്ന് ചില നാട്ടുകാരുമായി സംസാരം ആരംഭിച്ചു. അവനറിയാം രുദ്രൻ ധ്യാനത്തിൽ നിൽക്കുമ്പോൾ ശല്യം ചെയ്യാൻ പാടില്ലെന്ന്. ചേട്ടാ, ഈ തോമസ് കുട്ടിക്ക് ഇവിടെ ശത്രുക്കൾ വല്ലതുമുണ്ടായിരുന്നോ?
കുഞ്ഞുമോൻ ഒരു വയസ്സായ ആൾക്കൂട്ടത്തിലേക്ക് ചോദ്യമെറിഞ്ഞു. ഒരു നാട്ടുകാരൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ശത്രുക്കളോ? അവന് നാട്ടുകാർ മുഴുവൻ ശത്രുക്കളായിരുന്നില്ലേ സാറേ? ഗൾഫീന്ന് വന്നപ്പോൾ വലിയ പത്രാസായിരുന്നു. പിന്നെ ഇവിടെ കുറച്ചുപേർക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി. ഒന്നും നടന്നില്ല. അവന്റെ സ്വന്തം അളിയൻ വരെ അവനുമായി വലിയ വഴക്കായിരുന്നു. കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നതിൽ അളിയനെ അവൻ ഒരുപാട് പറ്റിച്ചു. കുഞ്ഞുമോൻ തന്റെ ചെറിയ നോട്ട്പാഡിൽ വേഗത്തിൽ ചില കാര്യങ്ങൾ കുറിച്ചെടുത്തു. അളിയൻ, വിസ തട്ടിപ്പ്, കടം. കാരണങ്ങൾ ഒരുപാടുണ്ട്. ആർക്കും തോമസ് കുട്ടിയെ കൊല്ലാം. പെട്ടെന്ന് ഫെലിക്സ് തലയുയർത്തി രുദ്രനെ നോക്കി. ഫെലിക്സിന്റെ മുഖത്ത് സാധാരണ കാണാറുള്ള ശാന്തത ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകൾ വിടർന്നിരുന്നു. രുദ്രൻ സാർ, ഫെലിക്സ് വിളിച്ചു. ആ ശബ്ദത്തിലൊരു പരിഭ്രമമുണ്ടായിരുന്നു. രുദ്രൻ തന്റെ ധ്യാനത്തിൽ നിന്നുണർന്ന് മെല്ലെ ഫെലിക്സിന്റെ അടുത്തേക്ക് നടന്നു. എന്താണ് ഫെലിക്സ്, ആ സ്വർണ്ണപ്പല്ല് തോമസ് കുട്ടിയുടേതല്ലേ? രുദ്രൻ ചോദിച്ചു. ഫെലിക്സ് തന്റെ ടാബ്ലറ്റ് രുദ്രന് നേരെ തിരിച്ചുപിടിച്ചു. അതിൽ തലയോട്ടിയുടെ ഒരു 3D സ്കാൻ ഉണ്ടായിരുന്നു. സാർ, ഈ സ്വർണ്ണപ്പല്ല് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരോ വെച്ചതാണ്. അതൊരു പഴയ രീതിയിലുള്ള ക്രൗണാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല. ഈ തലയോട്ടിയുടെ ഇടതുഭാഗം നോക്കൂ സാർ. ഫെലിക്സ് വിരൽ ചൂണ്ടി. രുദ്രൻ സൂക്ഷിച്ചു നോക്കി. അവിടെ തലയോട്ടിയുടെ അസ്ഥിയിലൊരു ചെറിയ ലോഹ കഷ്ണം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ടൈറ്റേനിയം സർജിക്കൽ പ്ലേറ്റ് ആണ് സാർ. തലയ്ക്ക് വലിയ അപകടം സംഭവിച്ച ആളുകൾക്ക് ചെയ്യുന്ന സർജറി. തോമസ് കുട്ടിയുടെ മെഡിക്കൽ റെക്കോർഡ്സ് പ്രകാരം അയാൾക്കൊരിക്കലും തലയ്ക്കൊരു സർജറി ചെയ്തിട്ടില്ല. CI പ്രകാശൻ ഞെട്ടലോട് ചോദിച്ചു. അപ്പോ ഇത് തോമസ് കുട്ടിയല്ലേ? ഫെലിക്സ് ഒരു ദീർഘനിശ്വാസമെടുത്തു. അല്ല CI സാർ, ഇത് തോമസ് കുട്ടിയല്ല. മാത്രമല്ല, എന്റെ സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് പ്രകാരം ഈ അസ്ഥികളിലെ കാൽസ്യം ഡീകെ കാണിക്കുന്നത് ഈ മനുഷ്യൻ മരിച്ചിട്ട് 3 വർഷമല്ല, ചുരുങ്ങിയത് 10-12 വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. മഴയുടെ ഇരമ്പൽ പെട്ടെന്ന് വളരെ ഉച്ചത്തിലായതുപോലെ തോന്നി. രുദ്രൻ ആ ഇരുണ്ട ടാങ്കിലേക്ക് ഒന്നുകൂടി നോക്കി. 12 വർഷം മുൻപ് മരിച്ച ഒരാൾ, തലയിൽ ടൈറ്റേനിയം പ്ലേറ്റുള്ള ഒരാൾ. അങ്ങനെയെങ്കിൽ തോമസ് കുട്ടി എവിടെ? ആരുടെ അസ്ഥികൂടമാണിത്? നമ്മൾ അന്വേഷിക്കുന്നത് ശരിയായ കൊലപാതകം പോലുമല്ല. നമ്മൾ നിൽക്കുന്നത് ഒരു പഴയ ശവപ്പറമ്പിലാണ്. ഒരുപക്ഷേ ഒരുപാട് പേരെ കാണാതായ ഒരു ശവപ്പറമ്പ്. വർക്കലയിലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന്റെ വരാന്തയിൽ രുദ്രൻ നായർ ഇരിക്കുകയായിരുന്നു. തലേ ദിവസത്തെ മഴ മാറിയെങ്കിലും അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ഉഷ്ണവും ഈർപ്പവും ഉണ്ടായിരുന്നു. രുദ്രൻ തന്റെ നടുവിനു കൈകൊടുത്തു മെല്ലെയൊന്ന് നിവർന്നു. ആ പഴയ ബൊലേറോയിലെ നീണ്ട യാത്ര അദ്ദേഹത്തിന്റെ നട്ടെല്ലിന് അല്പം ആയാസം നൽകിയിട്ടുണ്ട്. മുന്നിലെ ടീപ്പോയിൽ കറുത്ത കാപ്പി പുകഞ്ഞുകൊണ്ടിരുന്നു. അപ്പുറത്തെ ഡൈനിങ് ടേബിളിൽ കുഞ്ഞുമോൻ ആവേശത്തോടെ അപ്പവും മുട്ടക്കറിയും കഴിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ഫെലിക്സ് തോമസ് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ടേബിളിലെ ചെറിയൊരു പാട് തുടച്ചു കളയാൻ പാടുപെടുകയാണ്. ഇവിടുത്തെ ക്ലെൻലിനെസ് വളരെ ദയനീയമാണ് കുഞ്ഞുമോനെ. ഈ പ്ലേറ്റിലൊക്കെ ഡിറ്റർജന്റിന്റെ അംശം ഇപ്പോഴുമുണ്ട്. അത് നമ്മുടെ ദഹനവ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് നിനക്കറിയാമോ? സർ, ഈ മുട്ടക്കറിക്കൊരു പ്രത്യേക രുചിയുണ്ട്. വർക്കനയിലെ നാടൻ കോഴിമുട്ടയാണ്. ഡോക്ടർ ഇത് കഴിച്ചു നോക്ക്. അപ്പോൾ ഈ വൃത്തിയുടെ കാര്യമൊക്കെ മറന്നുപോകും. പിന്നെ ദഹനത്തിന്റെ കാര്യം, അതിനൊരു ചുക്കുവെള്ളം കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. ഫെലിക്സ് തന്റെ ടാബ്ലറ്റ് എടുത്ത് രുദ്രന്റെ അടുത്തേക്ക് നടന്നു. സർ, ആ ടൈറ്റാനിയം പ്ലേറ്റിന്റെ കാര്യത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. പറയൂ ഫെലിക്സ്, രുദ്രൻ ചോദിച്ചു. സർ, ആ പ്ലേറ്റിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരുന്നു. ബാച്ച് ID ഓർത്തോ X 2011. 12 വർഷം മുൻപ് കേരളത്തിൽ ഇങ്ങനെയുള്ള പ്ലേറ്റുകൾ വിതരണം ചെയ്തിരുന്നത് വെറും 3 കമ്പനികൾ മാത്രമാണ്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. തിരുവനന്തപുരത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 2011 ഒക്ടോബറിൽ നടന്നൊരു മേജർ ക്രേനിയോപ്ലാസ്റ്റി സർജറിയിലാണ് ഈ പ്ലേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരുടെ സർജറിയായിരുന്നു അത്? രുദ്രൻ ചോദിച്ചു. അതറിയാൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള റെക്കോർഡ്സ് വരണം സർ. അവർ പഴയ ഫയലുകൾ തപ്പുകയാണ്. പക്ഷെ അതിനു മുൻപ് കുഞ്ഞുമോൻ കണ്ടെത്തിയ ഒരു കാര്യം സാർ കേൾക്കണം. കുഞ്ഞുമോനൊന്ന് നിർത്തി, എന്നിട്ട് തുടർന്നു. സർ, ഞാൻ രാവിലെ ആ ഗോഡൌണിനടുത്തുള്ള നാണു ആശാന്റെ ചായക്കടയിൽ പോയിരുന്നു. ആശാൻ 75 വയസ്സുണ്ട്. അവിടുത്തെ ഓരോ മണൽത്തരിയും ആശാൻ അറിയാം. തോമസ് കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അയാളൊരു പാവമായിരുന്നു എന്നാണ്. പക്ഷെ 12 വർഷം മുൻപ് അവിടെ നടന്നൊരു സംഭവത്തെക്കുറിച്ച് ആശാൻ പറഞ്ഞു. കുഞ്ഞുമോനൊന്ന് നിർത്തി, എന്നിട്ട് തുടർന്നു. അന്ന് ആ ഗോഡൌണിൽ സോമൻ എന്നു പേരുള്ളൊരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. കഠിനാധ്വാനിയായിരുന്നു അയാൾ. പക്ഷെ ഒരു ദിവസം രാത്രി സോമൻ ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ടു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മാസങ്ങളോളം അയാൾ ആശുപത്രിയിലായിരുന്നു. സർജറി കഴിഞ്ഞ് തിരിച്ചുവന്ന സോമൻ പിന്നെ അധികകാലം അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം അയാൾ നാടുവിട്ടു പോയി എന്നാണ് ആശാൻ പറയുന്നത്. ആരും പിന്നെ സോമനെ കണ്ടിട്ടില്ല. രുദ്രൻ തന്റെ താടിയിൽ കൈവച്ച് ചിന്തിച്ചു. സോമൻ, തലയ്ക്ക് സർജറി നടന്നയൊരാൾ, 12 വർഷം മുൻപ് കാണാതായ ഒരാൾ. സോമന്റെ വീട്ടുകാരെ കണ്ടെത്താൻ പറ്റുമോ കുഞ്ഞുമോനെ? നോക്കാം സർ. അയാൾക്ക് ഭാര്യയും ഒരു മകളും ഉണ്ടായിരുന്നു എന്ന് ആശാൻ പറഞ്ഞു. പക്ഷെ അയാൾ പോയതോടെ അവരും എങ്ങോട്ടോ മാറിപ്പോയി. നമുക്കാദ്യം തോമസ് കുട്ടിയുടെ വീട്ടിലേക്ക് പോകണം. രുദ്രൻ എഴുന്നേറ്റു.
ആ സ്വർണ്ണപ്പല്ല്, അതൊരു പുകമറയാണ്. സോമന്റെ തലയോട്ടി തോമസ് കുട്ടിയുടേതാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ ആരോ ബോധപൂർവം ചെയ്തതാണ്. കൊലയാളിയായാലും ശരി, ആരെങ്കിലും ഒരാൾ സോമൻ മരിച്ച കാര്യം മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. തോമസ് കുട്ടിയുടെ വീട് ഒരു കൊട്ടാരം പോലെയായിരുന്നു. ബഥനി വില്ല, വെള്ള മാർബിൾ പാകിയ വരാന്തയും വിലകൂടിയ തടികൾ കൊണ്ടുണ്ടാക്കിയ വാതിലുകളും. പക്ഷേ ആ വീടിന് ഒരു വല്ലാത്ത ശൂന്യതയുണ്ടായിരുന്നു. ഗൾഫ് പണം കൊണ്ടുണ്ടാക്കിയ പല വീടുകളെയും പോലെ പുറമേ പകിട്ടുണ്ടെങ്കിലും അകത്ത് സന്തോഷമില്ലാത്ത ഒരിടം. തോമസ് കുട്ടിയുടെ ഭാര്യ ആനി അവരെ സ്വീകരിച്ചു. കറുത്ത വസ്ത്രം ധരിച്ച വിളറിയ മുഖമുള്ള ഒരു സ്ത്രീ. അവരുടെ കണ്ണുകളിൽ ഒരുതരം മരവിപ്പായിരുന്നു. ഭർത്താവിന്റെ മരണമറിഞ്ഞ ഒരു സ്ത്രീയുടെ സങ്കടത്തെക്കാൾ വലിയൊരു ഭാരത്തിൽ നിന്നും മോചിതയായ ഒരാളുടെ ആശ്വാസമാണ് രുദ്രന് അവിടെ അനുഭവപ്പെട്ടത്. ആനി, തോമസ് കുട്ടിയെ കാണാതാകുന്നതിനു മുൻപ് അയാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി നിങ്ങൾക്കറിയാമോ? രുദ്രൻ വളരെ ശാന്തമായി ചോദിച്ചു. ആനി തല താഴ്ത്തി. സർ, നാട്ടുകാർ പറയുന്നതുപോലെ തോമസ് കുട്ടി കടക്കാരനായിരുന്നു. ഗൾഫിലെ ബിസിനസ്സൊക്കെ 10 വർഷം മുൻപേ തകർന്നിരുന്നു. പക്ഷേ അത് നാട്ടിൽ ആരെയും അറിയിക്കാൻ അയാൾക്കിഷ്ടമല്ലായിരുന്നു. ഇവിടെ ഈ വലിയ വീട് വെച്ചതും കാറുകൾ വാങ്ങിയതുമൊക്കെ കടം വാങ്ങിയിട്ടാണ്. അവസാനം ആപ്പുകളിൽ നിന്ന് വരെ പണം കടമെടുത്തു. അതിന്റെ പേരിൽ ഒരുപാട് ഭീഷണികളുണ്ടായിരുന്നു. അപ്പോ തോമസ് കുട്ടിക്ക് സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നോ ഫാലിക്സ്? പെട്ടെന്ന് ഫെലിക്സ് ഇടപെട്ടു. ഉണ്ടായിരുന്നു സാർ, പക്ഷേ അതൊരു അപകടത്തിൽ പല്ല് പോയപ്പോൾ വച്ചതാണ്. അതുകൊണ്ടെന്താ സാർ? രുദ്രൻ ആനിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവരുടെ വിരലുകൾ പരസ്പരം കോർത്തുപിടിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരസ്വസ്ഥത. ആനി, തോമസ് കുട്ടിക്ക് ജോയ് എന്നു പേരുള്ള ഒരനുജനുണ്ടായിരുന്നില്ലേ? എവിടെയാണയാളിപ്പോൾ? രുദ്രന്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. ആനിയുടെ മുഖം പെട്ടെന്ന് വിളറി. അവൻ 10 വർഷം മുൻപ് ദുബായിൽ വെച്ചൊരു കാർ ആക്സിഡന്റിൽ മരിച്ചു സാർ. ബോഡി നാട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കിയതാണ്. പെട്ടെന്ന് രുദ്രന്റെ ഫോൺ ശബ്ദിച്ചു. ഫെലിക്സിന്റെ ടാബ്ലറ്റിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇമെയിൽ വന്നിരിക്കുന്നു. രുദ്രൻ അത് വാങ്ങി നോക്കി. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പ്രകാരം 2011-ൽ ആ ടൈറ്റാനിയം പ്ലേറ്റ് തലയിൽ വെച്ചത് സോമൻ എന്ന സൂപ്പർവൈസർ ആയിരുന്നില്ല. അത് തോമസ് കുട്ടിയുടെ അനിയൻ ജോയി ആയിരുന്നു. രുദ്രൻ ആനിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആനി, ജോയിയുടെ ബോഡി അടക്കം ചെയ്തത് പള്ളിയിലാണോ? അതെ സാർ. എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആനി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. രുദ്രൻ എഴുന്നേറ്റു. അദ്ദേഹം ജനലിലൂടെ പുറത്തെ പള്ളിപ്പറമ്പിലേക്ക് നോക്കി. ഫെലിക്സ്, നീ കേട്ടല്ലോ. ജോയി കാർ ആക്സിഡന്റിൽ മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ജോയിയുടെ തലയിലുണ്ടായിരുന്ന ആ ടൈറ്റാനിയം പ്ലേറ്റ് ആ ഗോഡൌണിലെ തലയോട്ടിയിൽ എങ്ങനെ വന്നു? ഒന്നുകിൽ ജോയി അല്ല കല്ലറയിലുള്ളത്, അല്ലെങ്കിൽ ജോയിയുടെ തലയോട്ടി ആരോ കല്ലറയിൽ നിന്നും മോഷ്ടിച്ചു ഗോഡൌണിൽ കൊണ്ടിട്ടു. എന്റെ കർത്താവേ, അപ്പോ തോമസ് കുട്ടി എവിടെ? രുദ്രൻ ആനിയെ നോക്കി അല്പം കടുപ്പത്തിൽ പറഞ്ഞു. ആനി, ഈ വീട്ടിൽ നിന്നും ആരും പുറത്തു പോകരുത്. എനിക്ക് ആ കുടുംബ കല്ലറ ഒന്ന് തുറന്നു പരിശോധിക്കണം. 10 വർഷമായി അവിടെ കിടക്കുന്നത് ആരാണെന്ന് എനിക്കറിയണം. നമ്മൾ അന്വേഷിക്കുന്നത് തോമസ് കുട്ടിയുടെ കൊലപാതകമല്ല കുഞ്ഞുമോലെ. നമ്മൾ അന്വേഷിക്കുന്നത് തോമസ് കുട്ടി 10 വർഷമായി ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ ചതിയാണ്. വർക്കലയിലെ സെന്റ് ജൂഡ് പള്ളിയിലെ സെമിത്തേരി. സമയം രാവിലെ 7 മണി. സൂര്യൻ ഇനിയും ഉദിച്ചിട്ടില്ല. RDO ഉദ്യോഗസ്ഥന്റെയും CI പ്രകാശിന്റെയും സാന്നിധ്യത്തിൽ ആ കല്ലറയുടെ മുകളിലത്തെ ഗ്രാനൈറ്റ് സ്ലാബ് 4 തൊഴിലാളികൾ ചേർന്ന് മെല്ലെ ഉയർത്തിമാറ്റി. കനത്ത മണ്ണും ഈർപ്പവും കലർന്ന വല്ലാത്തൊരു ഗന്ധം അവിടെയാകെ പടർന്നു. കുഞ്ഞുമോൻ തന്റെ പോക്കറ്റിൽ നിന്നും ചെറിയൊരു കുരിശെടുത്ത് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചു. രുദ്രൻ നായർ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ആ കുഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. 10 അടി താഴ്ചയിൽ നിന്നും അവർ ആ പെട്ടി മുകളിലേക്ക് കയറ്റി. 10 വർഷം മണ്ണിനടിയിൽ കിടന്നിട്ടും അതിനു വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. പുറമേ വില കൂടിയ തടിയും ഉള്ളിൽ സിങ്ക് ലൈനിങ്ങുമുള്ള ഒരു വിദേശ ശവപ്പെട്ടി. ദുബായിൽ നിന്നും വന്ന പെട്ടി. ഡോക്ടർ ഫെലിക്സ് ഡബിൾ മാസ്കും ഗ്ലൗസും ധരിച്ച് പെട്ടിക്കരികിലേക്ക് നടന്നു. ഒരിരുമ്പ് കമ്പി ഉപയോഗിച്ച് തൊഴിലാളികൾ അതിന്റെ തുരുമ്പിച്ച സീലുകൾ പൊട്ടിച്ചു. പെട്ടി തുറന്നതും അവിടെ നിന്ന ഉദ്യോഗസ്ഥർ പലരും മൂക്കുപൊത്തി പുറകോട്ടു മാറി. പക്ഷെ ഫെലിക്സ് പതറിയില്ല. അയാൾ തന്റെ പോർട്ടബിൾ ലൈറ്റ് ഓൺ ചെയ്ത് പെട്ടിക്കുള്ളിലേക്കടിച്ചു. വില കൂടിയ ഒരു സ്യൂട്ട് ധരിപ്പിച്ച നിലയിൽ ഒരസ്ഥികൂടം. പൂർണ്ണമായും ദ്രവിച്ച വസ്ത്രങ്ങൾക്കിടയിലൂടെ അസ്ഥികൾ വ്യക്തമായി കാണാമായിരുന്നു. ഫെലിക്സ്, ഇതാണോ ജോയ്? രുദ്രൻ ചോദിച്ചു. ഫെലിക്സ് തന്റെ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് ആ അസ്ഥികൂടത്തിന്റെ തലയോട്ടി അളന്നു നോക്കി. വളരെ സൂക്ഷ്മമായി അത് പരിശോധിച്ചു. എന്നിട്ട് രുദ്രനെ നോക്കി തലയിളക്കി. അല്ല സർ, ഈ തലയോട്ടിയിൽ ഒരു തരത്തിലുള്ള സർജറിയുടെയും പാടുകളില്ല. ഒരു ടൈറ്റാനിയം പ്ലേറ്റുമില്ല. ഇത് ജോയ് അല്ല.
ഫെലിക്സ് പെട്ടെന്ന് ആ അസ്ഥികൂടത്തിന്റെ കാലുകളിലേക്ക് ലൈറ്റടിച്ചു. അയാളുടെ നോട്ടം വലത്തെ കാലിന്റെ തുടയെല്ലിൽ ഉടക്കി നിന്നു. സർ, ഇതിലെ വലത്തെ ഫീമർ ബോണിൽ ഒരു വലിയ ഫ്രാക്ചർ വന്നിട്ടുണ്ട്. അത് നാച്ചുറലായി ഉണങ്ങിയതാണ്. അതായത് മരിക്കുന്നതിന് മുൻപ് ഈ വ്യക്തിക്ക് വലത്തെ കാലിന് വലിയൊരു അപകടം പറ്റിയിട്ടുണ്ട്. അയാൾ നടക്കുമ്പോൾ ചെറുതായി മുടന്തിയിരിക്കണം. കുഞ്ഞുമോന്റെ കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു. അവൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, സാറേ, ഇന്നലെ ആ ചായക്കടയിലെ നാണു ആശാൻ എന്നോട് പറഞ്ഞിരുന്നു. ആ ഗോഡൌണിലെ സൂപ്പർവൈസറായിരുന്ന സോമൻ, അവന് ബൈക്ക് ആക്സിഡന്റിൽ തലയ്ക്ക് മാത്രമല്ല കാലിനും പരിക്കു പറ്റിയിരുന്നു. അവന് ചെറിയൊരു മുടന്തുണ്ടായിരുന്നു സാറേ. രുദ്രന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാണ്. ദുബായിൽ വെച്ച് ജോയ് മരിച്ചു എന്ന് പറഞ്ഞ് നാട്ടിൽ കൊണ്ടുവന്ന് അടക്കിയത് പാവം സോമന്റെ ബോഡിയാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ജോയിയെ ആര് കൊന്നു? അവന്റെ തലയോട്ടി എങ്ങനെ ഗോഡൌണിലെത്തി? കുഞ്ഞുമോനെ, രുദ്രൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അന്നിവിടെ ഉണ്ടായിരുന്ന സെമിട്രി സൂക്ഷിപ്പുകാരനെ പോയി കാണ്. എനിക്ക് ചിലതറിയണം. രഹസ്യങ്ങളുടെ കാവൽക്കാരൻ, ദ സെക്ടൻ. പള്ളിപ്പറമ്പിലെ ഒരു ചെറിയ ഷെഡിൽ പാപ്പി എന്ന ആ പഴയ സെമിട്രി സൂക്ഷിപ്പുകാരൻ ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞുമോൻ ഒരു കവർ ചൂടുള്ള ബോണ്ടയുമായിട്ടാണ് അങ്ങോട്ടേക്ക് ചെന്നത്. പാപ്പിയുടെ പ്രായമായ കണ്ണുകളിൽ എപ്പോഴും ഒരു ഭയമുണ്ടായിരുന്നു. പാപ്പിച്ചായ, കുഞ്ഞുമോൻ സ്നേഹത്തോടെ ചോദിച്ചു. 10 വർഷം മുൻപ് ആ തോമസ് കുട്ടിയുടെ അനിയനെ ഇവിടെ അടയ്ക്കുമ്പോൾ പാപ്പിച്ചായനല്ലേ ഇവിടുത്തെ പണികൾ ചെയ്തത്? പാപ്പി ആ ബോണ്ട വാങ്ങി ഒരു കടിയെടുത്തു. എന്നിട്ട് സംശയത്തോടെ ചുറ്റും നോക്കി. അതെ സാറേ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ദിവസം. ദുബായിൽ നിന്ന് എയർപോർട്ടിൽ വന്ന പെട്ടി നേരെ ഇങ്ങോട്ടാണ് എടുത്തത്. വീട്ടിൽ പോലും കയറ്റിയില്ല. തോമസ് കുട്ടി അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത്? കുഞ്ഞുമോൻ ആകാംക്ഷയോടെ ചോദിച്ചു. പക്ഷേ ആ പെട്ടി പള്ളിയിൽ വെച്ച് ആരെയും തുറന്നു കാണിക്കാൻ തോമസ് കുട്ടിയുടെ അളിയൻ മത്തായി സമ്മതിച്ചില്ല സാറേ. അച്ഛൻ വരെ ചോദിച്ചു മുഖമൊന്ന് കാണാൻ പറ്റുമോ എന്ന്. പക്ഷേ ആക്സിഡന്റിൽ മുഖം വികൃതമായി പോയി എന്ന് പറഞ്ഞ് മത്തായി അത് തടഞ്ഞു. പെട്ടി പെട്ടെന്നടക്കം ചെയ്യാൻ ഏറ്റവും കൂടുതൽ തിടുക്കം കാട്ടിയത് മത്തായിയാണ് സാറേ. കുഞ്ഞുമോന്റെ തലച്ചോറിൽ അപായമണികൾ മുഴങ്ങി. മത്തായി, തോമസ് കുട്ടിയുടെ ഭാര്യയുടെ സഹോദരൻ. ഗോഡൌണിന്റെയും കുടുംബസ്വത്തിന്റെയും പേരിൽ തോമസ് കുട്ടിയുമായി എപ്പോഴും വഴക്കിട്ടിരുന്ന അതേ മത്തായി. മത്തായിയുടെ ടിമ്പർ മില്ലിലേക്ക് പോലീസ് ജീപ്പുകൾ ഇറച്ചുകയറി. അറുത്തുമാറ്റിയ കൂറ്റൻ തടികൾക്കിടയിൽ ഒരു പ്ലാസ്റ്റിക് കസേരയിലിരുന്ന് കണക്കുകൾ നോക്കുകയായിരുന്നു മത്തായി. പെട്ടെന്ന് രുദ്രനെയും സംഘത്തെയും കണ്ടതും അയാളുടെ മുഖത്തെ ചോര വാർന്നുപോയി. CI പ്രകാശൻ പോയി മില്ലിലെ മെഷീനുകളെല്ലാം ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകി. അവിടെ പെട്ടെന്നൊരു ഭയാനകമായ നിശബ്ദത പരന്നു. രുദ്രൻ പതുക്കെ നടന്നു മത്തായിയുടെ മുന്നിലെത്തി. അയാളുടെ കസേരയ്ക്ക് മുകളിലേക്ക് തന്റെ 2 കൈകളും വെച്ച് രുദ്രൻ മത്തായിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ആ നോട്ടം നേരിടാൻ കഴിയാതെ മത്തായി വിയർക്കാൻ തുടങ്ങി. മത്തായി, രുദ്രന്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നെങ്കിലും അതിലൊരു മൂർച്ചയുണ്ടായിരുന്നു. 10 വർഷം മുൻപ് നിന്റെ അളിയൻ തോമസ് കുട്ടിയുടെ ബിസിനസ് പൊട്ടി പാപ്പരായി നിന്ന സമയം, അന്ന് നിനക്കും ഇവിടെ കടം കയറി മുടിഞ്ഞു നിൽക്കുകയായിരുന്നല്ലേ? പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ ഈ വലിയ മില്ല് തുടങ്ങുന്നു. തോമസ് കുട്ടി വീണ്ടും കോടീശ്വരനാകുന്നു. എങ്ങനെയുണ്ടായി ആ പണം? മത്തായി തപ്പിത്തടഞ്ഞു. അത് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് സാർ. നുണ! രുദ്രൻ പെട്ടെന്ന് ശബ്ദമുയർത്തി. അത് കേട്ട് മത്തായി ഒന്ന് ഞെട്ടിവിറച്ചു. ദുബായിൽ ജോയിയുടെ പേരിൽ 5 കോടി രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നല്ലേ? അത് തട്ടിയെടുക്കാൻ വേണ്ടി നീയും തോമസ് കുട്ടിയും കൂടി ഉണ്ടാക്കിയ നാടകമല്ലേ ആ ആക്സിഡന്റ് മരണം? പാവം സോമനെ നിങ്ങൾ 2 പേരും ചേർന്ന് കൊന്ന് പെട്ടിയിലാക്കി നാട്ടിൽ കൊണ്ടുവന്നടക്കി. ഇൻഷുറൻസ് പണം പങ്കിട്ടെടുത്തു. പക്ഷേ യഥാർത്ഥ ജോയ് എവിടെ മത്തായി? അവന്റെ തലയോട്ടി എങ്ങനെ ഗോഡൌണിലെത്തി? മത്തായിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അയാൾ 2 കൈകളും കൂപ്പിക്കരഞ്ഞു. സാറേ, എന്നെ വിശ്വസിക്ക്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. അന്നാ പെട്ടി തുറക്കാതിരിക്കാൻ തോമസ് കുട്ടി എനിക്ക് 50 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. ഇൻഷുറൻസ് തട്ടിപ്പാണെന്ന് എനിക്കറിയാമായിരുന്നെങ്കിലും അതിൽ കിടക്കുന്നത് സോമനാണെന്ന് എനിക്കറിയില്ലായിരുന്നു സാറേ. എങ്കിൽ 3 വർഷം മുൻപ് തോമസ് കുട്ടിയെ കാണാതായപ്പോൾ നീ എന്തിനാണ് പോലീസിൽ പരാതി നൽകിയത്? ജോയിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ തോമസ് കുട്ടി എപ്പോഴെങ്കിലും പുറത്തു പറയുമെന്ന് പേടിച്ച് നീ കൊലപ്പെടുത്തിയതല്ലേ മത്തായി? മത്തായി ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. അല്ല സാർ, ഞാൻ സത്യം പറയാം. തോമസ് കുട്ടി മരിച്ചിട്ടില്ല. അയാളെ കാണാതായതുമല്ല. രുദ്രൻ പുരികം ചുളിഞ്ഞു. പിന്നെ തോമസ് കുട്ടി എവിടെയാണ്? മത്തായി ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു. സർ, തോമസ് കുട്ടി ഒളിച്ചിരിക്കുകയാണ്. ഇടുക്കിയിൽ വാഗമണ്ണിനടുത്തൊരു പഴയ ഏലത്തോട്ടത്തിൽ. 3 വർഷമായി അയാൾ അവിടെയുണ്ട്. സാറിന് വേണമെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാം. എന്തൊരു ട്വിസ്റ്റാണല്ലേ! തോമസ് കുട്ടി മരിച്ചിട്ടില്ല. അവൻ ഇടുക്കിയിൽ ഏതോ ഏലത്തോട്ടത്തിൽ സുരക്ഷിതനായി ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വന്തം അനിയനായ ജോയിയെ കൊന്നത് തോമസ് കുട്ടി തന്നെയാണോ?
ഇൻഷുറൻസ് പണത്തിനു വേണ്ടി സ്വന്തം ചോരയെ അവൻ കൊലപ്പെടുത്തുമോ? അതോ തോമസ് കുട്ടി ആരെങ്കിലുമൊക്കെ ഭയന്ന് ഒളിച്ചിരിക്കുകയാണോ? വാഗമണ്ണിലെ കുരിശുമലയിലേക്കുള്ള വഴിയിലൂടെ രുദ്രന്റെ ബൊളേറോ ഇഴഞ്ഞു കയറുകയായിരുന്നു. പുറത്ത് കോടമഞ്ഞ് കാരണം 10 അടി മുന്നിലുള്ളതുപോലും കാണാൻ കഴിയാത്ത അവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിയായിട്ടും പുറത്ത് നല്ല ഇരുട്ടുണ്ടായിരുന്നു. കുഞ്ഞുമോന്റെ മുഖത്ത് വലിയൊരു സന്തോഷം കാണാമായിരുന്നു. ഇടുക്കി അവന്റെ നാടാണ്. ഈ തണുപ്പും മഞ്ഞും അവന് പരിചിതമാണ്. അവൻ തന്റെ ഫ്ലാസ്കിൽ നിന്നും ചൂട് ചുക്കുകാപ്പി ഒരു പേപ്പർ കപ്പിലേക്ക് പകർന്നു. "സാർ, കുറച്ച് ചുക്കുകാപ്പിൽ ഇരിക്കുന്നോ? ഈ തണുപ്പത്ത് ഇവിടുത്തെ ചുക്കുകാപ്പി ഒരു അമൃതമാണ്. ഈ വാഗമണ്ണിലെ മഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. ഇതെത്ര വലിയ രഹസ്യങ്ങളും ഈ മലയിടുക്കുകളിൽ ഒളിപ്പിച്ചു വയ്ക്കും." അവൻ ഫെലിക്സിന് നേരെ കപ്പ് നീട്ടി. തണുപ്പ് കാരണം അയാളുടെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. "വേണ്ട കുഞ്ഞുമോനെ, ഇതിലും ഭേദം ലണ്ടനിലെ തണുപ്പായിരുന്നു. മാത്രമല്ല, പുറത്തിറങ്ങിയാൽ അട്ടകടിക്കുമോ എന്നൊരു പേടിയുമുണ്ടെനിക്ക്." ഫെലിക്സ് മുഖം ചുളിച്ചു. രുദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ മഞ്ഞിലൂടെ മുന്നിലെ റോഡിൽ മാത്രം പതിഞ്ഞിരുന്നു. തോമസ് കുട്ടിയെ കണ്ടെത്തുക, അതൊന്നു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അവരൊരു പഴയ ഏലത്തോട്ടത്തിനു മുന്നിൽ ജീപ്പ് നിർത്തി. അവിടെ വലിയ മരങ്ങൾക്കിടയിലായി പൊളിഞ്ഞു വീഴാറായ ഒരു ലയം അഥവാ തോട്ടം തൊഴിലാളികൾക്കുള്ള പഴയ വീടുണ്ടായിരുന്നു. അതിൽ നിന്നും നേരിയ പുക പുറത്തേക്ക് വരുന്നുണ്ട്. രുദ്രൻ കാറിൽ നിന്നിറങ്ങി. തോക്ക് പുറത്തെടുക്കുകയോ ഓടാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്തില്ല. വളരെ ശാന്തനായി അദ്ദേഹം ആ ലയത്തിന്റെ വാതിലിനടുത്തേക്ക് നടന്നു. കുഞ്ഞുമോൻ വേഗം ചെന്ന് വാതിലിൽ മുട്ടി. വാതിൽ മെല്ലെ തുറക്കപ്പെട്ടു. അവിടെ നിന്നയാളെ കണ്ട് കുഞ്ഞുമോൻ പോലും ഒന്ന് ഞെട്ടി. ഒരു കാലത്ത് വർക്കലയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന തോമസ് കുട്ടി. പക്ഷെ ഇപ്പോൾ അയാളുടെ രൂപം ആകെ മാറിയിരുന്നു. നരച്ച താടിയും കുഴിഞ്ഞുപോയ കണ്ണുകളും മുഷിഞ്ഞ വസ്ത്രങ്ങളും. അയാളുടെ കണ്ണുകളിൽ പോലീസിനെ കണ്ടതിന്റെ ഞെട്ടലായിരുന്നില്ല, മറിച്ച് ഒരുതരം ആശ്വാസമായിരുന്നുണ്ടായിരുന്നത്. ഈ ഒളിച്ചോട്ടം ഇവിടെ അവസാനിച്ചു എന്നൊരാശ്വാസം. "എനിക്കറിയാമായിരുന്നു സാർ, ഒരുനാൾ നിങ്ങൾ വരുമെന്ന്. വരൂ, അകത്തേക്കിരിക്കാം." ഏലക്കായുടെ ഗന്ധമുള്ള ചോദ്യം ചെയ്യൽ. ആ ചെറിയ മുറിയിൽ ഉണങ്ങിയിട്ട ഏലക്കായുടെ രൂക്ഷഗന്ധമുണ്ടായിരുന്നു. വെളിച്ചം വളരെ കുറവാണ്. തോമസ് കുട്ടി ഒരു കുറ്റവാളിയെപ്പോലെ തല താഴ്ത്തി അദ്ദേഹത്തിനു മുന്നിൽ നിന്നു. "തോമസ്," രുദ്രന്റെ ശബ്ദം ആ മുറിയുടെ നിശബ്ദതയെ മുറിച്ചു. 10 വർഷം മുൻപ് ദുബായിൽ നിന്ന് നീ നാട്ടിലേക്കയച്ച ആ ശവപ്പെട്ടി ഞങ്ങൾ ഇന്നലെ തുറന്നു നോക്കി. അതിൽ നിന്റെ അനുജൻ ജോയി ആയിരുന്നില്ല, നിങ്ങളുടെ ഗോഡൌണിലെ പണിക്കാരൻ സോമനായിരുന്നു. 5 കോടിയുടെ ഇൻഷുറൻസ് തുകയ്ക്കു വേണ്ടി നീയും അളിയൻ മത്തായും കൂടി നടത്തിയ നാടകം. എനിക്കറിയേണ്ടത് അതല്ല." രുദ്രൻ അല്പം മുന്നോട്ടാഞ്ഞു. "സ്വന്തം ചോരയെ കൊന്ന് കുഴിയിൽ തള്ളിയിട്ട് ആ കുറ്റം സോമന്റെ മേൽ കെട്ടിവെക്കാൻ സോമനെയും നീ ദുബായിൽ വെച്ചു കൊന്നു അല്ലേ?" ആ വാക്കുകൾ കേട്ട് തോമസ് കുട്ടി ഞെട്ടിത്തെറിച്ചു. അയാളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. കുഞ്ഞുമോൻ അയാളെ പിടിച്ചു മാറ്റി നിർത്തി. "സാറേ, ദൈവത്താണ് സത്യം, എന്റെ ജോയിയെ ഞാൻ കൊന്നിട്ടില്ല." തോമസ് കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. "സാറേ, ഞാൻ സോമനെ കൊന്നത് സത്യമാണ്. ദുബായിൽ എന്റെ കമ്പനി പൊട്ടി ഞാൻ പാപ്പരായി നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരേയൊരു വഴി ആ ഇൻഷുറൻസ് പണമായിരുന്നു. സോമനെ അവരെ വെച്ച് കൊന്ന് ജോയിയാണെന്ന് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് കയറ്റി അയച്ചു. പക്ഷേ ജോയിയെ ഞാൻ കൊന്നിട്ടില്ല സാറേ. സാർ, 12 വർഷം മുൻപ് ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ നാട്ടിൽ നിന്നും എന്റെ ഭാര്യ ആനി എന്നെ വിളിച്ചു പറഞ്ഞു, ജോയി അവളെ വിട്ടുപിരിഞ്ഞ് ബോംബെയിൽ പോയി അവിടെ ഏതോ പെണ്ണുമായി ജീവിക്കുകയാണെന്ന്. ഞാനത് വിശ്വസിച്ചു. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ജോയിയെ അന്വേഷിച്ചതുമില്ല. അതൊരു കള്ളക്കഥയാണെന്ന് തോമസ് കുട്ടിക്ക് തോന്നി. സ്വന്തം കുറ്റം മറയ്ക്കാൻ ഭാര്യയുടെ മേൽ കുറ്റം ചാരുവാണോ? പെട്ടെന്ന് ഫെലിക്സ് തന്റെ ടാബ്ലറ്റിൽ നിന്ന് മുഖമുയർത്തി. അയാളുടെ മുഖത്ത് വലിയൊരു അമ്പരപ്പുണ്ടായിരുന്നു. "രുദ്രൻ സാർ," ഫെലിക്സ് വിളിച്ചു. "സാർ, ഈ തോമസ് കുട്ടി പറയുന്നത് സത്യമാണ്. ഇയാൾ ജോയിയെ കൊന്നിട്ടില്ല." രുദ്രനും കുഞ്ഞുമോനും ഒരുപോലെ ഫെലിക്സിനെ നോക്കി. ഫെലിക്സ് വിശദീകരിച്ചു. "സാർ, ജോയിയുടെ തലയിലെ ടൈറ്റാനിയം പ്ലേറ്റിന്റെയും അസ്ഥികളുടെയും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായത് അയാൾ മരിച്ചത് 12 വർഷം മുൻപാണ്. ഞാനിപ്പോൾ ഇന്റർപോളുമായി ബന്ധപ്പെട്ട് തോമസ് കുട്ടിയുടെ പഴയ ഇമിഗ്രേഷൻ റെക്കോർഡ്സ് എടുത്തു. 2010 മാർച്ച് മുതൽ 2012 ഡിസംബർ വരെ തോമസ് കുട്ടി ദുബായിലെ അൽ അവീർ ജയിലിലായിരുന്നു, ചെക്ക് കേസിൽ. അയാൾ ഈ 2 വർഷക്കാലം കേരളത്തിൽ വന്നിട്ടേയില്ല. ഫിസിക്കലി അയാൾക്ക് ജോയിയെ ഇവിടെ വെച്ച് കൊല്ലാൻ കഴിയില്ല സാർ." ആ ചെറിയ മുറിയിൽ വലിയൊരു നിശബ്ദത പരന്നു. ശാസ്ത്രം കള്ളം പറയില്ല. തോമസ് കുട്ടിക്ക് ജോയിയെ കൊല്ലാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആരാണ് 12 വർഷം മുൻപ് ജോയിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയത്?
അങ്ങനെയെങ്കിൽ തോമസ്, 3 വർഷം മുൻപ് നീ നാട് വിട്ടിവിടെ വന്നൊളിച്ചത് ലോൺ ആപ്പുകാർ പേടിച്ചിട്ടാണോ? തോമസ് കുട്ടി തന്റെ തലമുടിയിൽ ഇറുക്കെ പിടിച്ചുകൊണ്ട് കരഞ്ഞു. അല്ല സാർ, ലോൺ ആപ്പുകാരെ പേടിച്ചിട്ടല്ല ഞാൻ ഓടിയത്, സ്വന്തം ജീവൻ പോകുമെന്ന് പേടിച്ചിട്ടാണ്. ആരെ ഭയന്ന്? രുദ്രൻ ചോദിച്ചു. 3 വർഷം മുൻപ് കടം കൂടിയപ്പോൾ ആ ഗോഡൌൺ വിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. അവിടെ അത് വാങ്ങാൻ വന്ന ആളുകൾക്ക് ഡ്രെയിനേജ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ആ പഴയ സെപ്റ്റിക് ടാങ്ക് ഒന്ന് തുറന്നു നോക്കി സാർ. അപ്പോഴാണ് ഞാനത് കാണുന്നത്. പകുതി അഴുകിയ ഒരു അസ്ഥികൂടം. അതിൻ്റെ വിരലിൽ ഒരു വെള്ളി മോതിരമുണ്ടായിരുന്നു, ഒരു കുരിശുള്ള മോതിരം. അത് ജോയിയുടേതായിരുന്നു. എനിക്കപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് സാറേ. എൻ്റെ ഭാര്യ ആനി, അവളാണ് എന്നോട് കള്ളം പറഞ്ഞത്. 12 വർഷം മുൻപ് അവളാണ് ജോയിയെ കൊന്ന് ആ ടാങ്കിൽ തള്ളിയത്. കുഞ്ഞുമോൻ നടുക്കത്തോടെ പിന്നോട്ടു മാറി. ഫെലിക്സ് തൻ്റെ ശ്വാസം പിടിച്ചു നിന്നു. സാർ, സ്വന്തം ഭർത്താവിൻ്റെ അനുജനെ കൊന്ന് ഗോഡൌണിൽ തള്ളിയിട്ട് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ 12 വർഷം എന്നോടൊപ്പം ഒരേ കിടക്കയിൽ ഉറങ്ങിയവളാണ് ആനി. ആ സത്യം ഞാൻ അറിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായാൽ ഇൻഷുറൻസ് തുകയുടെ ബാക്കി കൂടി സ്വന്തമാക്കാൻ അവൾ എന്നെയും കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സാർ. ഞാൻ എൻ്റെ ഭാര്യയെ ഭയന്നാണ് സാർ ഇങ്ങോട്ടേക്ക് ഓടിവന്നൊളിച്ചത്. രുദ്രൻ പതുക്കെ എഴുന്നേറ്റു. ആ വിളറിയ ശാന്തമായ മുഖം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഭർത്താവ് മരിച്ചുവെന്നറിഞ്ഞിട്ടും ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കാത്ത ആ സ്ത്രീ. രുദ്രൻ വാതിലിന് നേരെ തിരിഞ്ഞു. കുഞ്ഞുമോനെ, ജീപ്പെടുക്ക്, നമുക്ക് വർക്കലയിലേക്ക് മടങ്ങണം. നമ്മൾ നേരിടാൻ പോകുന്നത് ഒരു സാധാരണ കൊലയാളിയെയല്ല, ഒരു സൈക്കോപാത്തിനെയാണ്. എന്തൊരു ഭയാനകമായ സത്യമാണല്ലേ സുഹൃത്തുക്കളെ. സങ്കടം അഭിനയിച്ചു നിന്ന ആ വീട്ടമ്മ ആനി, അവളാണ് യഥാർത്ഥ കൊലയാളി. സ്വന്തം ഭർത്താവിൻ്റെ അനുജനെ കൊന്ന് 12 വർഷം യാതൊരു കൂസലുമില്ലാതെ ജീവിച്ചവൾ. പക്ഷെ എന്തിനായിരിക്കും ആനി ജോയിയെ കൊന്നത്? സ്വത്തിനു വേണ്ടിയോ, അതോ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ അതിനു പിന്നിലുണ്ടോ? രുദ്രൻ നായർ ജീപ്പിൽ നിന്നും പുറത്തേക്ക് ചാടിയിറങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ഒപ്പം കുഞ്ഞുമോനും ഡോക്ടർ ഫെലിക്സും. തോമസ് കുട്ടി പോലീസിനെ കണ്ടു ഭയന്നോടിയത് ആനിയെ പേടിച്ചാണ്. ആനി ഒരുപക്ഷെ ഇപ്പോൾ വീട് പൂട്ടി എങ്ങോട്ടെങ്കിലും കടന്നു കളഞ്ഞിട്ടുണ്ടാകാം എന്ന് കുഞ്ഞുമോൻ വിചാരിച്ചു. പക്ഷേ വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. രുദ്രൻ അകത്തേക്ക് കയറി. അവിടെ വലിയ ഹാളിൽ ഇരുട്ടത്ത് ഒരു കസേരയിൽ ആനി ഇരിപ്പുണ്ടായിരുന്നു, യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ. അവരുടെ കാൽക്കൽ ഒരു ചെറിയ ട്രാവൽ ബാഗ് പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു സാർ, ആനി വളരെ ശാന്തമായി പറഞ്ഞു. ആദ്യത്തെ ട്വിസ്റ്റ് അവിടെയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കാത്ത ഒരു കൊലയാളി. അതിനു മുൻപായി ആ വീട്ടിലെ പ്രായമായ മെലിഞ്ഞു നീണ്ട ഡ്രൈവർ രാജൻ അവർക്ക് മുന്നിൽ കട്ടൻ ചായയുമായി വന്നു. ഒരു പ്രേതത്തെപ്പോലെ നിശബ്ദനായ അയാൾ ചായ മേശപ്പുറത്ത് വെച്ച് ഒഴിഞ്ഞുമാറി. ഡോക്ടറെ, ഈ പോലീസ് പണികാരനെ എൻ്റെ BP കൂടുക. കൊല ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്കൊരു ഭയമൊക്കെ വേണ്ടേ? ഈ പെണ്ണുമ്പിള്ളയുടെ മുഖത്തൊരു തുള്ളി ചോരയില്ലല്ലോ. ആനി, നിന്റെ ഭർത്താവ് തോമസ് കുട്ടി മരിച്ചിട്ടില്ല. അവനെ ഞങ്ങൾ കണ്ടെത്തി. നിന്റെ രഹസ്യങ്ങൾ അവൻ ഞങ്ങളോട് പറഞ്ഞു. 12 വർഷം മുൻപ് നിന്റെ അനുജൻ ജോയിയെ നീ കൊന്ന് ഗോഡൌണിൽ തള്ളി അല്ലേ? ആനി രുദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കി. അതെ സർ, ഞാൻ തന്നെയാണ് അവനെ കൊന്നത്. ഒരു നിമിഷം അവിടെയാകെ നിശബ്ദത പരന്നു. ഇത്ര എളുപ്പത്തിലൊരു കുറ്റസമ്മതം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തിന്? രുദ്രൻ ചോദിച്ചു. തോമസ് കുട്ടി ദുബായിൽ ബിസിനസ് പൊട്ടി നിൽക്കുന്ന സമയം ഇവിടെ വീട്ടിൽ ഞാനും ജോയിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സ്ഥിരമായി മദ്യപിച്ചു വന്ന് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. തോമസ് കുട്ടിയുടെ പണം മുഴുവൻ അവൻ ധൂർത്തടിച്ചു. അന്ന് രാത്രി അവൻ അമിതമായി മദ്യപിച്ച് എൻ്റെ മുറിയിലേക്ക് വന്നു. എന്നെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചു. പ്രാണരക്ഷാർത്ഥം വലിയ ഓട്ടുവിളക്കെടുത്ത് അവൻ്റെ തലയ്ക്ക് പിന്നിലടിച്ചു. അവൻ മരിച്ചു. പിറ്റേന്ന് രാത്രി ഞാൻ തന്നെ അവൻ്റെ ബോഡി ഗോഡൌണിലെ ടാങ്കിൽ കൊണ്ടുപോയിട്ടു. ആ ഓട്ടുവിളക്കിപ്പോൾ എവിടെയുണ്ട്? ഫെലിക്സ് ചോദിച്ചു. പുറകിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ ഞാനത് വലിച്ചെറിഞ്ഞു സാർ. കുഞ്ഞുമോൻ വേഗം പുറത്തേക്കോടി. 10 മിനിറ്റിനുള്ളിൽ വലിയൊരു കയറിൽ കെട്ടി ആ പഴയ ഓട്ടുവിളക്ക് അവൻ വലിച്ചെടുത്തു. അതിൽ രക്തമുണങ്ങിപ്പിടിച്ചതുപോലുള്ള ചില കറുത്ത പാടുകളുണ്ടായിരുന്നു. തെളിവ് കിട്ടിയിരിക്കുന്നു. ലക്ഷ്യം പൂർണ്ണമായി. ആനി, തോമസ് ആനിയെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. ആനിയെ ജീപ്പിന്റെ പിൻസീറ്റിലേക്ക് കയറ്റി. കുഞ്ഞുമോൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. കേസ് കഴിഞ്ഞു. 3 വർഷം പഴക്കമുള്ള തിരോധാനവും 12 വർഷം പഴക്കമുള്ള കൊലപാതകവും രുദ്രൻ വെറും 3 ദിവസം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. സകല തെളിവുകളും ആനിക്കെതിരാണ്. 99% ഉറപ്പിച്ച കേസ്. ശാസ്ത്രത്തിന്റെ തിരസ്കാരം. ജീപ്പിന്റെ മുൻസീറ്റിലിരുന്ന് ഫെലിക്സ് തന്റെ ടാബ്ലറ്റിൽ തലയോട്ടിയുടെ 3D സ്കാൻ വീണ്ടും പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാളുടെ വിരലുകൾ സ്ക്രീനിൽ നിശ്ചലമായി. ഫെലിക്സ് കണ്ണടയൂരി വിയർത്തു തുടച്ചു. വണ്ടി നിർത്തടാ! ഫെലിക്സ് പെട്ടെന്നലറി. എന്തുപറ്റി ഡോക്ടറെ? രുദ്രൻ അമ്പരപ്പോടെ ഫെലിക്സിനെ നോക്കി. ഫെലിക്സ് ടാബ്ലറ്റ് രുദ്രൻ നേരെ കാണിച്ചു. സാർ,
ഒരു വലിയ അബദ്ധം പറ്റി. ഈ കേസ് കഴിഞ്ഞിട്ടില്ല. സാർ, ഈ സ്കാൻ റിപ്പോർട്ടൊന്ന് നോക്കൂ. ജോയിയുടെ തലയോട്ടിയിലേറ്റ പ്രഹരം വന്നിരിക്കുന്നത് വലതുവശത്തുകൂടി 45 ഡിഗ്രി ചരിഞ്ഞാണ്. ഫോറൻസിക് ബയോമെക്കാനിക്സ് പ്രകാരം ഇത്രയും ശക്തിയിൽ ഇങ്ങനെയൊരു ആംഗിളിൽ അടിക്കണമെങ്കിൽ കൊലയാളിക്ക് ചുരുങ്ങിയത് 6 അടി ഉയരം വേണം. മാത്രമല്ല, ആ പ്രഹരം വന്നിരിക്കുന്നത് ഒരു ഇടതുകയ്യനിൽ നിന്നാണ്. രുദ്രൻ പിൻസീറ്റിലിരിക്കുന്ന ആനിയെ നോക്കി. അവൾക്ക് വെറും 5 അടി 2 ഇഞ്ച് ഉയരമേയുള്ളൂ. മാത്രമല്ല, അവൾ വലതുകരി കൊണ്ടാണ് ചായക്കപ്പെടുത്തത്. അവൾക്കൊരിക്കലും ഫിസിക്കലി അങ്ങനെ ജോയിയെ അടിച്ചു കൊല്ലാൻ കഴിയില്ല. അതുമാത്രമല്ല സാർ, ഫെലിക്സ് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്പ്രേ കുപ്പിയെടുത്തു. ലൂമിനോൾ. ആ ഓട്ടുവിളക്കിൽ സ്പ്രേ ചെയ്തു. അതിലൊരു തരി പോലും നിയോൺ വെളിച്ചമുണ്ടായില്ല. ഇതിൽ രക്തത്തിന്റെ ഒരംശവുമില്ല. ഇത് വെറുമൊരു തുരുമ്പാണ്. ഇതല്ല കൊലപാതകത്തിനുപയോഗിച്ച ആ ആയുധം. ആനി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്തു വെച്ച വ്യാജ തെളിവാണിത് സാർ. രുദ്രന്റെ കണ്ണുകൾ വിടർന്നു. 99% ഉറപ്പിച്ച പ്രതി ഇതാ ഒറ്റ നിമിഷം കൊണ്ട് ശാസ്ത്രത്തിനു മുന്നിൽ തകർന്നു വീണിരിക്കുന്നു. ആനി നിരപരാധിയാണ്. ആനി, എന്തിനാടി നീ ഈ നുണകൾ പറയുന്നത്? ആരെയാണ് നീ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആനി പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ല സാർ, ഞാൻ തന്നെയാണ് കൊന്നത്. എന്നെ കൊണ്ടുപോ സാർ, എന്നെ ജയിലിൽ അടക്കി സാർ. രണ്ടാമത്തെ പ്രതി. രുദ്രൻ കുഞ്ഞുമോനെ നോക്കി. കുഞ്ഞുമോനെ, ഈ കേസിൽ 6 അടി ഉയരമുള്ള ഇടതുകയ്യനായ മറ്റാരെങ്കിലുമുണ്ടോ? കുഞ്ഞുമോനൊന്ന് ആലോചിച്ചു. സാറേ, മത്തായി, തോമസ് കുട്ടിയുടെ അളിയൻ. അവൻ വലിയ തടിയനാണ്. മാത്രമല്ല, ഇന്നലെ ടിമ്പർ മില്ലിൽ വെച്ച് അവൻ ഇടതുകൈകൊണ്ടാണ് കണക്ക് പുസ്തകത്തിൽ ഒപ്പിട്ടത്. ജീപ്പ് വിട്, നമുക്ക് മത്തായിയെ പൊക്കണം. അരമണിക്കൂറിനുള്ളിൽ സംഘം മത്തായിയുടെ വീട്ടിലെത്തി. മത്തായിയെ പിടിച്ച് ജീപ്പിലേക്കിട്ടു. മത്തായി ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. പറയടാ, 12 വർഷം മുൻപ് നീയാണോ ജോയിയെ കൊന്നത്? രുദ്രൻ ഗർജിച്ചു. എന്റെ സാറേ, ഞാനവനെ കൊന്നിട്ടില്ല. 12 വർഷം മുൻപ് അവൻ മരിച്ച സമയത്ത് ഞാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ അപ്പൻഡിക്സ് ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിൽ കടക്കുകയായിരുന്നു. സാറേ, എന്റെ കയ്യിൽ അതിന്റെ ഹോസ്പിറ്റൽ ബില്ലും ഇപ്പോഴുണ്ട്. എനിക്കെങ്ങനെ ഇവിടെ വന്നവനെ കൊല്ലാൻ കഴിയും? ഫെലിക്സ് വേഗം ഫോണെടുത്ത് എറണാകുളത്തേക്ക് വിളിച്ചു. 10 മിനിറ്റ്. ഫെലിക്സ് രുദ്രനെ നോക്കി തലയാട്ടി. സാർ, മത്തായി പറയുന്നത് സത്യമാണ്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ക്ലിയറാണ്. മത്തായിയല്ല കൊലയാളി. ധ്യാനവും യാഥാർത്ഥ്യവും. ആനിയല്ല, മത്തായിയല്ല, തോമസ് കുട്ടിയല്ല. പിന്നെ ആര്? രുദ്രൻ വീണ്ടും ബെത്തനി വില്ലയുടെ മുറ്റത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു. അദ്ദേഹം വണ്ടിയിൽ നിന്നിറങ്ങി ആ വീടിന്റെ മുൻപിൽ നിശ്ചലനായി നിന്നു. രുദ്രന്റെ മെഡിറ്റേഷൻ. 12 വർഷം മുൻപ് ഈ വീട്ടിൽ ആരുണ്ടായിരുന്നു? 6 അടി ഉയരമുള്ള ഇടതുകയ്യനായ ഒരാൾ. ആനിക്ക് അയാള് ജീവനാണ്. ആനിക്കും അയാളെ ജീവനാണ്. അതുകൊണ്ടാണ് ആനി അയാൾക്ക് വേണ്ടി കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്തത്. രുദ്രന്റെ മനസ്സിലേക്ക് അരമണിക്കൂർ മുൻപ് നടന്ന ഒരു ചെറിയ സംഭവം ഓടിയെത്തി. കുഞ്ഞുമോന് കട്ടൻ ചായ കൊണ്ടുവന്നു കൊടുത്ത ആ നീണ്ട മനുഷ്യൻ. അയാൾ ഇടതുകൈകൊണ്ടാണ് ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചത്. രാജൻ. രുദ്രൻ മന്ത്രിച്ചു. ആ പഴയ ഡ്രൈവർ. രുദ്രൻ വേഗം വീടിനകത്തേക്ക് നടന്നു. രാജൻ അവിടെ ഹാളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒരു കുറ്റവാളിയെപ്പോലെ തലതാഴ്ത്തി നിന്നു. രാജാ, രുദ്രൻ ശാന്തമായി ചോദിച്ചു, നീ എന്തിനാണ് ജോയിയെ കൊന്നത്? ആനിയെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ രക്ഷിക്കാൻ നീ കൊന്നതാണോ? രാജൻ മെല്ലെ തലയുയർത്തി. അയാളുടെ കവിളിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. അല്ല സാർ, ആനി കൊച്ചമ്മയല്ല അന്ന് രാത്രി അവൻ ഉപദ്രവിക്കാൻ വന്നത്. ഈ വീട്ടിൽ പണിക്ക് നിന്നിരുന്ന എന്റെ 16 വയസ്സുകാരി മകളെയാണ് സാർ ആ നായ കടന്നുപിടിച്ചത്. ഒരച്ഛനായ എനിക്കത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല സാർ. സുഹൃത്തുക്കളെ, നമ്മുടെ ഊഹങ്ങളെല്ലാം തെറ്റിയിരിക്കുന്നു. ജോയിയെ കൊന്നത് പണക്കൊതിയുള്ള അളിയനോ സൈക്കോപാത്തായ ഭാര്യയോ അല്ല. സ്വന്തം മകളുടെ മാനം കാക്കാൻ വേണ്ടി ആയുധമെടുത്ത ഒരു പാവം അച്ഛനാണ്. കൊലയാളി രാജനാണ്. എന്നാൽ രുദ്രൻ നായർ ആ പാവമച്ഛനെ അറസ്റ്റ് ചെയ്യുമോ? അതോ നീതിയേക്കാൾ വലുത് മനുഷ്യത്വമാണെന്ന് കരുതി അയാളെ വെറുതെ വിടുമോ? രാജനെന്ന ആ വൃദ്ധൻ രുദ്രൻ നായർക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. 12 വർഷമായി അയാൾ സ്വന്തം നെഞ്ചിൽ ചുമന്നു നടന്ന ഒരു വലിയ ഭാരം പെട്ടെന്നിറക്കി വെച്ചതുപോലെ. സാറേ, രാജൻ വിതുമ്പലോടെ പറഞ്ഞു, എന്നെ വിലങ്ങുവെച്ചോളൂ, എനിക്കൊരു സങ്കടവുമില്ല. അന്ന് രാത്രി അവൻ നല്ല മദ്യലഹരിയിലായിരുന്നു. തോമസ് കുട്ടി ദുബായിലായതുകൊണ്ട് ഈ വീട്ടിൽ അവനായിരുന്നു സർവാധികാരി. എന്റെ കുട്ടി, അവൾക്കന്ന് 16 വയസ്സേ ഉള്ളൂ. പുറകിലെ മുറിയിൽ അവൾ ഉറങ്ങുകയായിരുന്നു. അവൻ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറിയപ്പോൾ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു നോക്കി. അവൻ എന്നെ തള്ളിയിട്ടു. പിന്നെ എനിക്ക് സ്ഥലകാലബോധമുണ്ടായിരുന്നില്ല സാർ. വിറക് വെട്ടാൻ വെച്ചിരുന്ന വലിയൊരു തടിയെടുത്ത് ഞാൻ അവന്റെ തലയ്ക്ക് പിന്നിൽ ഒറ്റയടിയടിച്ചു. അവൻ താഴെ വീണു. ആനി നിറഞ്ഞ കണ്ണുകളോടെ രാജന്റെ അരികിലേക്ക് വന്നു. സാർ, ഇതിൽ രാജേട്ടന്റെ ഭാഗത്തൊരു തെറ്റുമില്ല. ഈ വീട്ടിൽ എനിക്ക് കിട്ടാത്ത സ്നേഹവും ബഹുമാനവും തന്നിരുന്നത് രാജേട്ടനായിരുന്നു.
ജോയ് എന്ന ആ മൃഗത്തിന്റെ കയ്യിൽ നിന്നും രാജേട്ടന്റെ മകളെ എനിക്കും രക്ഷിക്കണമായിരുന്നു. രാജേട്ടൻ ജയിലിൽ പോയാൽ ആ പെൺകുട്ടി അനാഥയാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത്, അവനെ ഗോഡൌണിൽ കൊണ്ടുപോയി തള്ളാൻ. എല്ലാം ഞാനാണ് പ്ലാൻ ചെയ്തത്. കുഞ്ഞുമോൻ വേഗത്തിൽ മുഖം തിരിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്വന്തം നാട്ടിലെ ഒരുപാട് പാവപ്പെട്ട അച്ഛന്മാരുടെ മുഖം അവന് രാജനിൽ കാണാൻ കഴിഞ്ഞു. അവൻ പതുക്കെ തന്റെ നെഞ്ചിലെ കുരിശിലൊന്ന് അമർത്തിപ്പിടിച്ചു. നീതിയുടെ തുലാസ്. രുദ്രൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നിന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാലക്കാടൻ ഗ്രാനൈറ്റ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനും സ്വന്തം മകളെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒരച്ഛനും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയായിരുന്നു. രാജൻ തന്റെ 2 കൈകളും രുദ്രന് നേരെ നീട്ടി. സാർ, എന്റെ മോളിപ്പോൾ നല്ല നിലയിലാണ്. അവൾക്കൊരു കുഞ്ഞുണ്ട്. ഇനി എനിക്ക് മരിച്ചാലും വേണ്ട സാർ. ഞാൻ സാറിന്റെ കൂടെ വരാം. കൊച്ചമ്മയൊന്നും ചെയ്യരുത്. രുദ്രൻ പതുക്കെ തിരിഞ്ഞ് ഫെലിക്സിനെ നോക്കി. ഫെലിക്സ് തന്റെ ടാബ്ലറ്റും പിടിച്ച് വല്ലാത്തൊരു അസ്വസ്ഥതയോടെ നിൽക്കുകയായിരുന്നു. സയൻസ്, ഡേറ്റ, തെളിവുകൾ ഇതല്ലാതെ മറ്റൊന്നും ഫെലിക്സിനറിയില്ല. നിയമമനുസരിച്ച് രാജൻ കൊലപാതകിയാണ്. ആനി തെളിവ് നശിപ്പിച്ച പ്രതിയും. ഡോക്ടർ, രുദ്രന്റെ ശബ്ദം ആ ഹോളിൽ മുഴങ്ങി. ആ തലയോട്ടിയുടെ 3D ബയോമെക്കാനിക്കൽ റിപ്പോർട്ട് എന്താണ് പറയുന്നത്? ഫെലിക്സ് രുദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ രുദ്രൻ പറയാതെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. നീതി നിയമത്തേക്കാൾ വലുതാണ് എന്ന രുദ്രന്റെ ആ പഴയ ഫിലോസഫി. ഫെലിക്സ് എന്ന സ്കോട്ട്ലൻഡ് യാർഡിൽ പഠിച്ച ഫോറൻസിക് സർജന്റെ ഉള്ളിലെ മനുഷ്യൻ ഉണർന്ന നിമിഷമായിരുന്നു അത്. ഫെലിക്സ് പതുക്കെ തന്റെ ടാബ്ലറ്റിലെ ആ സിമുലേഷൻ ഫയൽ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് വളരെ ഗൗരവത്തോടെ പറഞ്ഞു, സർ, എന്റെ റിപ്പോർട്ട് പൂർണ്ണമാണ്. മദ്യലഹരിയിലായിരുന്ന ജോയ് കാൽവഴുതി ഈ വലിയ തടി ഗോവണിയിൽ നിന്നും പുറകോട്ട് വീണതാണ്. ഈ വീഴ്ചയിലാണ് തലയോട്ടിക്ക് ഇത്രയും വലിയൊരു ഫ്രാക്ചർ ഉണ്ടായത്. ഇതൊരു ആക്സിഡന്റൽ ഡെത്ത് മാത്രമാണ് സാർ. ഇതിലൊരു കൊലപാതകം നടന്നിട്ടില്ല. കുഞ്ഞുമോന്റെ മുഖത്ത് വലിയൊരു ചിരി വിടർന്നു. അവൻ പെട്ടെന്ന് തന്റെ കണ്ണുനീർ തുടച്ചുമാറ്റി. രുദ്രൻ രാജന്റെ നേരെ തിരിഞ്ഞു. രാജാ, നീ ആരെയും കൊന്നിട്ടില്ല. ജോയ് മദ്യപിച്ചു പടിയിൽ നിന്നും വീണു മരിച്ചതാണ്. പേടി കാരണം നിങ്ങൾ ആ ബോഡി ഗോഡൌണിൽ ഒളിപ്പിച്ചു, അത്രമാത്രം. പക്ഷേ ഈ കേസിൽ ഒരു യഥാർത്ഥ കൊലപാതകയുണ്ട്. പണത്തിനു വേണ്ടി പാവം സോമനെ കൊന്ന് പെട്ടിയിലാക്കിയ തോമസ് കുട്ടി. ഇൻഷുറൻസ് തട്ടിപ്പിനും കൊലപാതകത്തിനും തോമസ് കുട്ടിയും അളിയൻ മത്തായിയും ശിക്ഷിക്കപ്പെടും. ഈ കേസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. രാജനും ആനിയും രുദ്രന്റെ കാലുകളിൽ വീഴാൻ ശ്രമിച്ചു. പക്ഷേ രുദ്രൻ അവരെ തടഞ്ഞു. അദ്ദേഹം പുറത്തേക്ക് നടന്നു. മടക്കയാത്ര. സന്ധ്യ മയങ്ങിയിരുന്നു. പടിഞ്ഞാറൻ ആകാശം നല്ല ചുവന്ന നിറത്തിൽ തിളങ്ങി നിന്നിരുന്നു. കുഞ്ഞുമോൻ വഴിയിലുള്ള ഒരു തട്ടുകടയിൽ നിന്നും ചൂടുണ്ണിയപ്പവും വാങ്ങി കാറിലേക്ക് കയറി. ഡോക്ടറെ, ഇതിൽ അണുക്കളൊന്നുമില്ല. നല്ല ചൂടെണ്ണയിൽ വറുത്തെടുത്തതാ. ഈ തണുപ്പത്ത് ഇതൊന്ന് കഴിച്ചു നോക്ക്. കുഞ്ഞുമോൻ ഒരു ഉണ്ണിയപ്പം ഫെലിക്സിന് നൽകി. കൊള്ളാം, ടേസ്റ്റുണ്ട്, ഫെലിക്സ് പുഞ്ചിരിച്ചു. രുദ്രൻ തന്റെ ഫ്ലാസ്കിൽ നിന്നും അവശേഷിച്ച കറുത്ത കാപ്പി ഒരു കപ്പിലേക്ക് പകർന്നു. കാറിന്റെ വിൻഡോയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അദ്ദേഹം അത് പതുക്കെ കുടിച്ചു. സർ, കുഞ്ഞുമോൻ ചോദിച്ചു, നമ്മൾ ചെയ്തത് ശരിയാണോ സർ? കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? രുദ്രൻ കാപ്പിക്കപ്പ് താഴെ വെച്ചു. ആ പഴയ പാലക്കാടൻ ഗാംഭീര്യത്തോടെ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമോനെ, തോമസ് കുട്ടിയെപ്പോലെ സ്യൂട്ടും കോട്ടുമിട്ട് നടക്കുന്നവരാണ് സമൂഹത്തിനു മുന്നിൽ മാന്യന്മാർ. രാജനെപ്പോലെ വിയർപ്പുനാറ്റമുള്ള ഡ്രൈവർമാർ വെറും വേലക്കാരും. പക്ഷേ യഥാർത്ഥ രാക്ഷസൻ തോമസ് കുട്ടിയായിരുന്നു. യഥാർത്ഥ മനുഷ്യൻ രാജനും. നിയമം എപ്പോഴും കണ്ണുകെട്ടിയൊരു ത്രാസാണ്. ചിലപ്പോൾ അത് നേരെയാക്കാൻ നമ്മൾ നമ്മുടെ വിരലുകളൊന്ന് വച്ചുകൊടുക്കണം. അതാണ് നീതി. ജീപ്പ് ആ രാത്രിയുടെ ഇരുട്ടിലേക്ക് മെല്ലെ മറഞ്ഞു. വർക്കലയിലെ ആ പഴയ സെപ്റ്റിക് ടാങ്കിലെ രഹസ്യങ്ങൾ എന്നേക്കുമായി മണ്ണിനടിയിലായി. സുഹൃത്തുക്കളെ, അങ്ങനെ വർക്കലയിലെ ആ കയർ ഗോഡൌൺ കേസ് അവസാനിച്ചിരിക്കുകയാണ്. നിയമത്തിന്റെ കണ്ണിൽ രുദ്രൻ നായർ ചെയ്തത് വലിയൊരു തെറ്റായിരിക്കാം. പക്ഷേ മാനുഷികമായ നീതിയുടെ കണ്ണിൽ അദ്ദേഹം ചെയ്തതാണ് ശരി. സ്വന്തം മകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ആയുധമെടുത്ത ഒരച്ഛനെ രക്ഷിക്കാൻ ശാസ്ത്രം പോലും കൂട്ടുനിന്നു. രുദ്രൻ നായർ ചെയ്തത് ശരിയാണോ എന്നത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു അത്യുഗ്രൻ കേസുമായി ഡിവൈഎസ്പി രുദ്രൻ നായരും സംഘവും വീണ്ടും വരും. മഴ തോരുമ്പോൾ രഹസ്യങ്ങൾ വെളിപ്പെടുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. വർക്കലയിലെ ഈ കേസ് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ വലിയൊരു പാഠമുണ്ട്. നിയമം എപ്പോഴും നീതിയുടെ പക്ഷത്താകണമെന്നില്ല. ഒരച്ഛൻ സ്വന്തം മകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു തെറ്റ് ഒരു വശത്ത്, പണത്തിനോടുള്ള ആർത്തി കാരണം സ്വന്തം സുഹൃത്തിനെ കൊന്ന് അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ക്രൂരത മറുവശത്ത്. ഇതിലാർക്കാണ് യഥാർത്ഥത്തിൽ ശിക്ഷ ലഭിക്കേണ്ടത്?
രുദ്രൻ നായർ പാക്കി യൂണിഫോമിന്റെ നിയമം മറന്ന് ഒരച്ഛന്റെ കണ്ണുനീരിന് വില കൊടുത്തത് ശരിയാണോ എന്ന് കാലം തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചില തെറ്റുകൾ ശരികളേക്കാൾ പുണ്യമാണ്. പണത്തിന് മനുഷ്യനെ മൃഗമാക്കാൻ കഴിയും, എന്നാൽ സ്നേഹത്തിന് ഏതൊരു മൃഗത്തെയും മനുഷ്യനാക്കാനും കഴിയും. രുദ്രൻ നായർ നിയമം കയ്യിലെടുത്തത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അതിന് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് വേണം. നീതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തലച്ചോറ് വേണം. നിങ്ങൾ അങ്ങനെ ഒരാളാണോ? കമന്റ്. രുദ്രൻ നായർ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ രാജനെ ജയിലിലടക്കണമായിരുന്നോ? നിങ്ങളുടെ യഥാർത്ഥ നിലപാട് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലൈക്ക് ആൻഡ് ഷെയർ. സത്യത്തിന്റെ ഈ ഇരുണ്ട മുഖം കാണാൻ ഭയമില്ലാത്തവർ മാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അല്ലാത്തവർക്ക് സുരക്ഷിതമായ നുണകൾ വിശ്വസിച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം. പണത്തിനു വേണ്ടി സ്വന്തം സുഹൃത്തിനെ പോലും കൊല്ലുന്നവർ നമ്മുടെ ഇടയിൽ മാന്യന്മാരായി നടക്കുന്നുണ്ട്. ആർക്കറിയാം, അടുത്ത ഇര നിങ്ങളാകില്ല എന്ന്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ചതിക്കുഴികൾ തിരിച്ചറിയാനും ഞങ്ങളുടെ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ഫയൽ തുറക്കുമ്പോൾ അത് കാണുന്ന ആദ്യത്തെ ആളാവാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണർന്നിരിക്കുകയാണോ, അതോ ഈ സിസ്റ്റത്തിന്റെ വെറുമൊരു കളിപ്പാവയാണോ? തീരുമാനം നിങ്ങളുടേതാണ്. ടേക്ക് കെയർ ആൻഡ് ബി കോഷ്യസ്. ഓർക്കുക, നിങ്ങൾ കാണുന്നതെപ്പോഴും പകുതി സത്യങ്ങൾ മാത്രമാകാം.